ഹായ് എവ്രി വൺ. സോ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് നാളെ ഒരു ബിഗ് ഡേ ആണ് എന്നുള്ളത്. അതിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണിത്. പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈഡർ വർക്ക്സ് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയുണ്ട്. അവരുടെ പുതിയ ഒരു ആശയമാണ് പോർട്രേറ്റ്സ് എന്നുള്ളത്. സോ ആ പോർട്രേറ്റ്സ് എന്ന് പറയുമ്പോൾ അവരുദ്ദേശിക്കുന്നത് ബിസിനസ് ഓണേഴ്സിൻ്റെ സ്റ്റോറീസ്, എങ്ങനെയാണ് അവരതിലേക്ക് എത്തിയത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ സ്പൈഡർ വർക്ക്സിൽ വർക്ക് ചെയ്യുന്ന മിക്കവരും നമ്മുടെ ഫ്രണ്ട്സാണ്. കുഞ്ഞനാണെങ്കിലും അവൻ അവിടെ ആയിരുന്നു, അവൻ റിസൈൻ ചെയ്തു. ഇൻസി, സഞ്ജന, മഹി ഇവരെല്ലാം അവിടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ മഹിയാണ് ആക്ച്വലി എനിക്ക് അവിടേക്കുള്ള കണക്ഷൻ. ആൻഡ് നമ്മുടെ ഈ പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്ന ദേ ഇരിക്കുന്ന മുതലുണ്ടല്ലോ, ശ്രുതി പി ഇവള് നമ്മളെയും കൂടി സൈഷെയറിനെയും കൂടി ആ പോർട്രേറ്റ്സിൻ്റെ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ അങ്ങനെ സൈഷെയറിൻ്റെ ആദ്യത്തെ ഒഫീഷ്യൽ ഇൻ്റർവ്യൂ ആണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ നടക്കുന്നതെല്ലാം. ഇവരെല്ലാം സ്പൈഡർ വർക്ക്സിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇതാണ് മഹീനെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അവരുടെ ഓഫീസാണ് സ്പൈഡർ വർക്ക്സ്. ഇതെല്ലാം അവിടുത്തെ എന്താ പറയുക, പ്രോഗ്രാം മാനേജേഴ്സും സ്ട്രാറ്റജിസ്റ്റും കണ്ടൻറ് ക്രിയേറ്റേഴ്സും ഡിജിറ്റൽ പ്രൊഡക്ഷൻ ടീമിലുള്ളവരും ഒക്കെയാണ്. അവിടെ നിന്നിരുന്ന ആ താടിക്കാരനാണ് തോമസ്. ഇതാണ് ഇൻസി. ഇൻസി അതിൻ്റെ ഇടയിൽ എവിടെയോ പെട്ടുപോയി. ഇൻസി അവിടുത്തെ ഒരു മാനേജറാണ്. ഇൻസി ഈസ് എ വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് ആസ്. യെസ്. അപ്പോൾ മഹി, ഞാനും അനന്തുമാണെന്നുള്ളത്, എൻ്റെയും അനന്തുവിൻ്റെയും വെരി ക്ലോസ് ഫ്രണ്ട് ഫ്രം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയാണ് മഹി. അപ്പോൾ ഞങ്ങളായതുകൊണ്ട് അവൻ ക്യാമറ ഓഫ് ചെയ്തിടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ കം ട്രൂ മൊമെൻ്റ് ആണിത്. നമ്മളെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുക, നമ്മളുടെ സ്റ്റോറി അറിയുക എന്നൊക്കെ പറയുന്നത് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽസിലൂടെ പറയുന്നത് പോലെ അല്ലല്ലോ. സോ അത് ഭയങ്കര ഗൂസ് ബംസ് മൊമെൻറ്റ്സ് ആയിരുന്നു. അപ്പം എന്നെയും അനന്തുവിനെയും സെപ്പറേറ്റ് ആയിട്ട് ഇരുത്തി ഞങ്ങളോട് ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് അങ്ങനെയാണ് ഈ സെഗ്മെൻറ്റ്സ് പോയത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരുന്നതിനെ പറ്റിയിട്ട്, എങ്ങനെയായിരുന്നു സൈഷെയറിൻ്റെ ഒരു ഉത്ഭവം, എങ്ങനെയാണ് അനന്തു ഞാനും എങ്ങനെയാണ് കൊളാബറേറ്റ് ചെയ്തത്, എന്തൊക്കെ വർക്ക്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നെ ഒരു പേഴ്സണൽ ലെവലിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ അനന്തു ആണെന്നുണ്ടെങ്കിലും അവനൊരു മ്യൂസിക് തെറാപ്പിസ്റ്റും കൂടിയാണ്. അപ്പോൾ അവൻ എങ്ങനെയാണ് മ്യൂസിക് തെറാപ്പി അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഹീസ് എ മ്യൂസീഷ്യൻ ബേസിക്കലി. അപ്പോൾ എങ്ങനെയാണ് അവന് മ്യൂസിക്കും സൈക്കോളജിയും ഒക്കെ കൂടെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നത്, എന്തെങ്കിലും അവൻ പുതിയതായിട്ട് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കുറേ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു. ഇപ്പോൾ നടക്കുന്ന കറൻറ്റ് സെനാരിയോസ് എന്തൊക്കെയാണ്, നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു. ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആൻഡ് ഒന്നും അവർ പ്രീ പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല. ജസ്റ്റ് ഓൺ ദി ഗോ തോമസിന് തോന്നുന്നത് പോലെയുള്ള ചോദ്യങ്ങളായിരുന്നു. പക്ഷേ ടു ദ പോയിൻറ്റ് ഭയങ്കര വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചതെല്ലാം. ഈവൻ പി ആണെങ്കിലും നമ്മളോട് അവർക്ക് അറിയേണ്ടതായിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഐ വോണ്ടഡ് ടു ടോക്ക് അബൌട്ട് മൈ പീപ്പിൾ ഹു ഹെൽപ്ഡ് മീ ത്രൂ ഔട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എനിക്കധികം സംസാരിക്കാൻ പറ്റിയില്ല. ഇൻഫാക്ട് ഈവൻ സ്റ്റാർട്ടിങ് ഫ്രം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അമൽ ഹു പ്രൊവൈഡഡ് മീ ദി സ്പേസ് തൊട്ട്, അല്ലെങ്കിൽ എൻ്റെ കൂടെ കോൺസ്റ്റൻറ്റ് സപ്പോർട്ടായി നിൽക്കുന്ന കാക്കുവിനെ പറ്റിയിട്ടാണെങ്കിലും, ഇപ്പോൾ അവിടെ ഇരിക്കുന്ന മഹി എപ്പോഴും എനിക്കൊരു സപ്പോർട്ടാണ്. ഈവൻ ഞങ്ങളുടെ ഫ്രണ്ട് അരുണൻ, പിന്നെ എൻ്റെ പിള്ളേരെ പറ്റിയിട്ട് ഞാനിങ്ങനെ പറഞ്ഞു പോയി. പക്ഷേ എനിക്ക് ഒരുപാട് അവരുടെ പേരെടുത്തൊന്നും എനിക്ക് പറയാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതിലൊക്കെ എനിക്കൊരു വിഷമം തോന്നി. ഞാൻ ലാസ്റ്റ് പറയുകയും ചെയ്തു, എനിക്ക് ഒരുപാട് ഹ്യൂമൻസിനെ പറ്റി സംസാരിക്കാനുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി ആളുകളുണ്ട്, അവരെ പറ്റി എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അപ്പോഴത്തേക്കും നമ്മൾ ലൈറ്റ്സ് ഒക്കെ എടുത്ത് മാറ്റിയായിരുന്നു. അപ്പം എന്തായാലും എനിക്ക് അവർ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ആൻസർ ചെയ്യാൻ പറ്റി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. സ്പോർട്സിൽ ഒരു ഗ്യാതറിംഗ് പോലെ വെച്ചിട്ട് അവിടെ നമ്മൾ ആളുകൾക്ക് ഫ്രീ ആയിട്ട് വന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ഈ ക്യാമ്പുകൾ, നേച്ചർ ക്യാമ്പ്സ് പോലെ, ഇപ്പോൾ കഴിഞ്ഞ 2 ക്യാമ്പ് നമ്മൾ ചെയ്തത് വാഗമണിലാണ്. സോ അങ്ങനത്തെ ഫ്യൂച്ചർ ക്യാമ്പ്സും നമുക്കുണ്ട്. പിന്നെ അപ്പോൾ എൻ്റെ സെഗ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അനന്തുവിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അവനെയും കൊണ്ട് ലാസ്റ്റ് ഒരു പാട്ടൊക്കെ പാടിച്ചായിരുന്നു. പാട്ട് ഞാൻ കേൾപ്പിക്കാം കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി ദിവസം, എന്താ പറയുക, വളരെ പെട്ടെന്നായിരുന്നു ഇതൊക്കെ. ഇതെന്ന് ഇവർ എയർ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇത് ഒരുപാട് ഇടാൻ പാടുമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് എൻ്റെ BTS ഇടുന്നു എന്നുള്ളത് മാത്രം. ഒഫീഷ്യലി വരുമ്പോൾ ഞാൻ എൻ്റെ ലിങ്ക് ഇടാം. അപ്പോൾ ഒരു 2 മാസമെങ്കിലും എടുക്കുമായിരിക്കും. ബിക്കോസ് നമ്മുടെ അടുത്ത വരുന്ന ക്യാമ്പിൻ്റെയൊക്കെ ഫുട്ടേജസ് അവർക്ക് എടുക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു.
ഈ മഹിയും ശ്രുതിയും നമ്മുടെ ക്യാമ്പുകൾക്ക് വന്നിട്ടുള്ളതാണ്. ആദ്യത്തെ ക്യാമ്പിന് വന്നിട്ടുള്ളതായിരുന്നു. ഇവിടെ നിന്ന് തന്നെ ഇൻസീനെ ആണെങ്കിലും ഒക്കെ അറിയുന്നത്, ഈവൻ അഫ്സൽ കുഞ്ഞനാണെങ്കിലും ഒക്കെ നമ്മളുടെ ക്യാമ്പിന് വന്നിട്ടുള്ള പരിചയമാണ്. അപ്പോൾ ഇതൊരു സ്പൈഡർ വർക്ക്സ് എന്ന് പറയുന്നത് മോറോർലെസ് നമ്മുടെ ഒരു ഫാമിലി പോലെ തന്നെയാണ്. സൈഷെയറും സ്പൈഡർ വർക്ക്സും തമ്മിൽ ഭയങ്കരമായിട്ടുള്ളൊരു ബന്ധം ഇപ്പോൾ ഉടലെടുക്കുന്നുണ്ട്. അതിലെല്ലാം ഐ എം വെരി ഹാപ്പി, വെരി ഗ്രേറ്റ്ഫുൾ. അപ്പോൾ ഇങ്ങനെ ഈ കിട്ടിയ ഇതൊരു ബിഗിനിങ് ആകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കൂടുതൽ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. ബിക്കോസ് ഒരുപാട് ആവശ്യമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ബിലീവ് ചെയ്യുന്നത്. അതിനുള്ള ഓരോ സ്റ്റെപ്സിലും നിങ്ങളെയും കൂടെ കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. खरीदूंगी छोड़ो जाने दो अटरिया, खरीदूंगी छोड़ो जाने दो अटरिया, बढ़िया दुखट मोरे बारी गगनिया, कन्हा जा रे सवरिया. എല്ലാം നമുക്ക് പരിചയമുള്ളവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനും ഇഷ്ടമുള്ളതുപോലെ സംസാരിക്കാനും ഒക്കെയുള്ളൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു ഇൻ്റർവ്യൂ ആദ്യം കിട്ടുകയെന്ന് തന്നെ പറയുന്നത് വളരെ ഒരു ലക്കായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഈ പിടിച്ചിരുത്തിയിരിക്കുന്നത് പോർട്രേറ്റ്സിനെ പറ്റിയും സ്പൈഡർ വർക്ക്സിനെ പറ്റിയും 2 വർത്തമാനം പറയാനും അവരുടെ ഓരോ കാര്യങ്ങൾ എങ്ങനെയൊക്കെ പോകുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയുള്ളൊരു അഭിപ്രായം, അവരുടെ ഓരോ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു, ഈ ഒരു ഹോൾ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരു അഭിപ്രായം പറയാനൊക്കെ വേണ്ടിയിട്ടാണ്. നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണെന്ന് തോന്നി. പറഞ്ഞതുപോലെ ഒത്തിരി ആളുകൾക്കും അവർ കടന്നു വന്ന എല്ലാ വഴികളെ പറ്റിയിട്ടും എല്ലാവർക്കും ഒരു കഥ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കഥകളെ ഇങ്ങനെ എടുക്കാൻ കാണിക്കുന്ന പോർട്രേറ്റ്സിന്റെ മനസ്സിന് നല്ല ചോദ്യം. സ്പോണ്ടേനിയസ് തന്നെയാണോ? മറ്റേ വൈനൊക്കെ പോലെ ഇങ്ങനെ കണക്ട് ചെയ്ത് ചോദിക്കുന്നത് നല്ല പോയിന്റ് ആണ്. ഈ പറഞ്ഞ പോലെ കണക്ട് ചെയ്തിട്ട് ചോദിക്കുന്നതെല്ലാം അതിൽ നിന്ന് നല്ല ക്വസ്റ്റ്യൻസ് ആണ് തരുന്നത്. നമുക്ക് ഇങ്ങനെ ഓക്കെ ഇനി പറയാനുണ്ട് എന്നൊരു തോട്ട്. വെൽ ഡൺ ടീം. ക്യാമറമാനെ പറ്റി പറഞ്ഞില്ല അല്ലേ? ക്യാമറമാൻ എന്റെ നെടുന്തൂണാണ്. എന്ന് തുടങ്ങി അന്ന് തൊട്ട് നെടുന്തൂണാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും മറ്റേ അങ്ങനെ കുറെ മനുഷ്യരെ പറ്റി എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു ഇതില്. മറന്നുപോയല്ലേ? സാധനം വന്നില്ല, അതിലൊരു സാധനം വന്നില്ല, ചോദ്യം വന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർവ്യൂ വിശേഷം. ഇതിപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി. അപ്പോൾ അത് ഞാനും കാക്കും അനന്തും കൂടി കഴിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് അതിന് ശേഷം ഞങ്ങൾ പിരിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്.